വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. എന്നാൽ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് പുരുഷാരം അവനോട് ചോദിച്ചു. അതിന് അവൻ, 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികം ഒന്നും പിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു. പടജനവും അവനോട് ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചതിന്, ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നിന്റെ വചനം കേൾപ്പാൻ പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും കൊതിയോടും ചേർന്നു വന്നിരിക്കുന്ന ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഈ ദിവസങ്ങളിലൊക്കെ നിന്റെ വചനത്തിലൂടെ നീ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള നിന്റെ വിചാരങ്ങൾ, നിന്റെ പദ്ധതികൾ അതെല്ലാം മനസ്സിലാക്കുന്നതിന് നീ ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. പ്രിയ കർത്താവേ, ഈ വർഷത്തെ കൺവെൻഷനൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ ഒരു പടി കൂടെ മെച്ചപ്പെട്ട മനുഷ്യരായി, അല്പം കൂടെ മനുഷ്യത്വമുള്ളവരായി, അല്പം കൂടെ നന്മയുള്ളവരായി, അല്പം കൂടെ തുറവിയുള്ളവരായി, അല്പം കൂടെ ഹൃദയ വിശാലതയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ സഹായിക്കണം. വചനം ശുശ്രൂഷിപ്പാൻ അടിയനെയും അതനുസരിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ സഹായിക്കുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. ഈ വേദഭാഗം യോഹന്നാന്റെ സ്നാനം അഥവാ യേശുവിന്റെ സ്നാനം എന്നറിയപ്പെടുന്ന വേദഭാഗമാണ്. വളരെയധികം ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള, വളരെയധികം തർക്കങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും നിമിത്തമായിട്ടുള്ള ഒരു വേദഭാഗമാണ് നാം വായിച്ചത്. സ്നാനത്തിന്റെ അർത്ഥം എന്ത് എന്നതിനേക്കാൾ സ്നാനത്തിലൂടെ ദൈവം പ്രതീക്ഷിക്കുന്നത് എന്ത് എന്നതിനപ്പുറമായി ഏതു പ്രായത്തിൽ ഏൽക്കുന്ന സ്നാനമാണ് ശരിയായ സ്നാനം എന്ന നിലയിലേക്ക് ഈ വേദഭാഗത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും വ്യാഖ്യാനങ്ങളും മാറിപ്പോയിട്ടുണ്ട്. ഇതിൽ ഏത് സ്നാനമാണ് ശരി എന്നതല്ല എൻ്റെ ഇന്നത്തെ വിഷയം. എന്നാൽ ഈ വേദഭാഗത്തിലൂടെ എന്താണ് സ്നാനത്തിന്റെ ആത്മീയ അർത്ഥം, എന്താണ് സ്നാനത്തിലൂടെ ദൈവം പ്രതീക്ഷിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. CSI സഭയും മാർത്തോമാ സഭയും ഒക്കെ
വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കും, അല്ലെങ്കിൽ സ്നാനപ്പെടുത്തും. നമ്മളങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ വീട്ടിൽ വന്നിട്ട്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിക്കും. നമുക്ക് അതുവരെ വലിയ സംശയമൊന്നുമില്ല. അത് ചോദിക്കുമ്പോൾ നമുക്ക് സംശയമാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട് ഞാൻ ചോദിക്കാം, നിങ്ങളുടെ ഗ്യാസ് സ്റ്റൗ നിങ്ങൾ ഓഫാക്കിയായിരുന്നു എന്ന് ചോദിച്ചാൽ, ശരിക്കും ഓഫാക്കിയായിരുന്നു. അത് ഓഫാക്കി ഗ്യാസ് വരുന്നില്ലെന്ന് മണപ്പിച്ചു നോക്കിയ പാർട്ടികളാണ്. പക്ഷെ എന്നാലും പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ സംശയം. അല്ലെങ്കിൽ വണ്ടിയിൽ ഇങ്ങോട്ട് വന്ന് പള്ളിയുടെ വാതിക്കൽ ഇറങ്ങുമ്പോൾ ഭർത്താവ് ചോദിക്കുക, ഈ വീട് പൂട്ടിയായിരുന്നു. അത് പൂട്ടി അവത്തെ തൂങ്ങി നോക്കിയതാണ്, അത് ലോക്ക് വീണത്. എന്നാലും പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുമ്പം നമ്മൾ അങ്ങ് സംശയത്തിലാവും. അപ്പൊ രക്ഷിക്കപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ പറയും, വിശ്വസിച്ച് സ്നാനപ്പെട്ടതാണോ? അടുത്ത സംശയം. അപ്പൊ നമ്മൾ ഇങ്ങനെ കിളി പോയി നിൽക്കുമ്പോ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കും. ആവട്ടെ, യേശു ഏറ്റ സ്നാനം ഏറ്റതായിരുന്നു. നമ്മളാണെങ്കിൽ ബാക്കിയെല്ലാം യേശുവിനെ പോലെ, ഈ ഒരു കാര്യം മാത്രം ആയിട്ടില്ല. യേശു ഏറ്റ സ്നാനം നിങ്ങൾ ഏറ്റതാണോ? ഇല്ല. അതെന്താ? ഞങ്ങളെ ഇവിടെ പള്ളിയിലെ ഒരു ബക്കറ്റിന്റെ അകത്താ മുക്കിയത്. യേശു ആണെങ്കിൽ എവിടെ മുങ്ങിയത്? യോർദാനിലാണ് മുങ്ങിയത്. ഞങ്ങളുടെയൊക്കെ കുറച്ചുകൂടെ ലോക്കൽ സ്നാനമാണ്. യേശുവിനെ പോലെ യോർദാനിലൊന്നുമല്ല. അപ്പൊ ഈ വന്ന സഹോദരൻ ചോദിക്കും, അതല്ല, വിശ്വസിച്ചാണോ സ്നാനമേറ്റത്? വീണ്ടും കുഴപ്പമായി. ഇവിടെ നാം അറിയേണ്ട ആദ്യത്തെ വിഷയം, ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ്, യേശു ഏറ്റ സ്നാനം ക്രിസ്തീയ സ്നാനമാണോ അല്ലയോ? ഇതാണ് ആദ്യം നാം തീരുമാനിക്കേണ്ടത്. എനിക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള യേശു ഏറ്റ സ്നാനം ഏറ്റതാണോ, യേശുവിനെ പോലെ വേണ്ടേ സ്നാനപ്പെടേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ചിരി വരും. എന്താ കാരണമെന്നറിയാമോ? ബാക്കി ഒന്നിനും ആരെ പോലാവണ്ട, യേശുവിനെ പോലാവണം. യേശു കല്യാണം കഴിച്ചാണോ? പിന്നെ തന്നെ ഇയാൾ കല്യാണം കഴിക്കും. യേശുവിനെ പോലാവണം എന്നാണല്ലോ നമ്മൾ പാടുന്നത്. യേശുവിനെ പോലെ ഇയാൾ 65-ാമത്തെ വയസ്സിൽ നല്ല പയറ് പോലെ നടക്കുക. യേശുവിനെ 31-ാമത്തെ വയസ്സിൽ നാട്ടുകാർ കൊന്നു. അതുകൊണ്ട് യേശുവിനെ പോലെ ആകണം. ഏത് കാര്യത്തിൽ മാത്രം? വെള്ളത്തിൽ ഊളിയിടുന്ന കാര്യത്തിൽ മാത്രം. ജീവിതത്തിലോ വർത്തമാനത്തിലോ സ്നേഹത്തിലോ ക്ഷമയിലോ കരുണയിലോ ഒന്നും ആരെ പോലാവണ്ട. എന്തുകൊണ്ടാണ് ശത്രുവിനോട് ക്ഷമിക്കണം? നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. 70 വട്ടം ക്ഷമിക്കണം. ഇതൊന്നും പറയത്തില്ല. മുങ്ങുന്ന കാര്യത്തിൽ മാത്രം ആരെ പോലായാ മതി? യേശുവിനെ പോലായാ മതി. എന്റെ പ്രശ്നം, നിങ്ങൾ മുങ്ങുന്ന കാര്യത്തിൽ യേശുവിനെ പോലായിക്കോ, ഒരു പരാതിയില്ല. പക്ഷേ ബാക്കി എല്ലാ കാര്യത്തിലും യേശുവിനെ പോലാകാൻ ആഗ്രഹമുണ്ടോ? ഒന്നും വേണ്ട, മുങ്ങിയതിന് ശേഷം അപ്പനോടോ അമ്മയോടോ മര്യാദയ്ക്കൊന്നും മിണ്ടിയിട്ടുണ്ടോ? സഹോദരനോട് മിണ്ടിയിട്ടുണ്ടോ? നമ്മുടെ സഭയിൽപ്പെടാത്ത മറ്റു മതസ്ഥരോട്, അന്യമതസ്ഥരോട് നേരെ ചൊവ്വേ ഒന്ന് മിണ്ടിയിട്ടുണ്ടോ? വേദപുസ്തകം പറയുന്നു, ഏറ്റവും വലിയ കൽപ്പന. കർത്താവിനോടൊരു വിദ്വാൻ വന്ന് ചോദിച്ചു,
ഏതാണ് ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന? മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം. അപ്പോൾ യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് ഒന്നാമത്തേതും ഏറ്റവും വലിയതുമായ കൽപ്പന. ഒരു കുഴപ്പമില്ല. എന്നാൽ കർത്താവ് അവിടെ നിർത്തുന്നില്ല. അതിനുശേഷം ഉടനെ ഒരു വാചകം കൂടെ പറയുന്നുണ്ട്. രണ്ടാമത്തേത് ഇതിനോട് സമം. അങ്ങനെ അവിടെ എഴുതിയേക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും വലിയ കൽപ്പന, തർക്കമൊന്നുമില്ല. പക്ഷെ അവിടെ കൊണ്ട് കർത്താവ് നിർത്തുന്നില്ല. എന്നിട്ട് പറഞ്ഞു, രണ്ടാമത്തേത് ഇതിനോട് സമം. അതെന്താണ് രണ്ടാമത്തേത്? നിന്റെ കൂട്ടുകാരനെ, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നത് സമം കൂട്ടുകാരനെ സ്നേഹിക്കണം. അവിടെ കൂട്ടുകാരൻ എന്നത് നിന്റെ സഭയിലുള്ള, നിന്റെ മതത്തിലുള്ള, നിന്റെ ജാതിയിലുള്ള, നിന്റെ കുടുംബത്തിലുള്ള, നിന്റെ രക്തത്തിൽ പിറന്നെന്നല്ല അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഏറ്റവും വലിയ കൽപ്പന എന്നത് സ്നാനപ്പെടുക എന്നതല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും നിങ്ങളുടെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്നിട്ട് ഏറ്റവും അവസാനം പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 12-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? പല വരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ശുശ്രൂഷാവരം, പ്രവചനവരം, രോഗശാന്തിവരം, ഇങ്ങനെ എല്ലാ വരങ്ങളും പറഞ്ഞതിന് ശേഷം 12-ാം അധ്യായം പൗലോസ് അപ്പോസ്തലൻ അവസാനിപ്പിക്കുന്നത്, ഇനി ഞാൻ നിങ്ങൾക്ക് അതിശ്രേഷ്ഠമായ ഒരു വരം കാണിച്ചു തരാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ വരങ്ങളെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു വരമുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 12 അവസാനിപ്പിക്കുന്നത്, ഇനി ഞാൻ നിങ്ങൾക്ക് ശ്രേഷ്ഠമായതല്ല, അതിശ്രേഷ്ഠമായ മറ്റൊരു വരം കാണിച്ചു തരാം. എന്നിട്ട് 13-ാമത്തെ അധ്യായത്തിൽ എന്താണ് അന്യഭാഷയെക്കാളും രോഗശാന്തിയെക്കാളും പ്രവചനവരത്തെക്കാളും ശുശ്രൂഷാവരത്തെക്കാളും ഭാഷാവരത്തെക്കാളും ശ്രേഷ്ഠമായതെന്നല്ല, അതിനേക്കാൾ അതിശ്രേഷ്ഠമായ ഒരു വരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് 13-ാമത്തെ അധ്യായം മുഴുവൻ പറയുന്നു, എന്താണ് ആ വരം? സ്നേഹമാണ്. അവിടെയും തീരുന്നില്ല പൗലോസ് അപ്പോസ്തലൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിസ്മയം. 13-ാം അധ്യായം പൗലോസ് അപ്പോസ്തലൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കും, പക്ഷേ വലിയതേതാണ്? അത് സ്നേഹമാണ്. അപ്പോൾ വിശ്വാസത്തെക്കാൾ വലിയതേതാണ്? സ്നേഹമാണ്. പ്രത്യാശയേക്കാൾ വലുതേതാണ്? സ്നേഹമാണ്. വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഇത് മൂന്നും നിലനിൽക്കും, പക്ഷേ വലിയതേതാണ്? സ്നേഹമാണ്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നതിനേക്കാൾ വലിയ കൽപ്പനയല്ല സ്നാനപ്പെടണം എന്ന കൽപ്പന. പക്ഷേ നമ്മൾ ആ ഐറ്റ് എടുക്കൂല. കാരണം സ്നാനപ്പെടാൻ എന്തോ പാട്, ഏതെങ്കിലും കുളത്തിൽ മറിഞ്ഞു വീണാ പോരെ. പക്ഷെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ജീവൻ തന്നെ കൊടുക്കേണ്ടുന്ന ഒന്നാണ്. ഇനി യേശു പറഞ്ഞത് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? നിങ്ങൾക്ക് തോന്നിയതുപോലല്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അപ്പോൾ യേശു കർത്താവ് നൽകിയ വേദപുസ്തകത്തിന്റെ തന്നെ പൗലോസിന്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഏറ്റവും വലിയ കൽപ്പന എന്ന് പറയുന്നത് സ്നേഹമാണ്. താല്പര്യമില്ല, ക്ഷമിക്കണം, താല്പര്യമില്ല, നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർ കൊടുക്കണം, നോ ഇൻട്രസ്റ്റ്. ആകെയുള്ള താല്പര്യം എന്തി മാത്രമേ ഉള്ളൂ? മുങ്ങുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് തെളിവായി എടുക്കുന്നത് എന്താണ്? യോഹന്നാന്റെ സ്നാനമാണ്. അപ്പോൾ ചോദ്യം,
യോഹന്നാന്റെ സ്നാനം ക്രിസ്തീയ സ്നാനമാണോ? എന്നാ കേട്ടോളുക, യോഹന്നാന്റെ സ്നാനം ക്രിസ്തീയ സ്നാനം അല്ല. നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന സ്നാനമാണ് നമ്മൾ ഏൽക്കേണ്ടത്. അത് ഞാൻ അതിന്റെ പുറകെ വിശദീകരിച്ചോളാം. എന്തുകൊണ്ടാണ് യേശു ഏറ്റ സ്നാനം ക്രിസ്തീയ സ്നാനം അല്ല എന്ന് നമ്മൾ പറയുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ യേശുവിന്റെ സ്നാനം എന്നത് യോഹന്നാൻ സ്നാപകൻ ജീവിച്ചിരുന്ന ഒരു സമൂഹമുണ്ട്. അതിന് ചാവുകടലിന്റെ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അവിടെ ആ ചാവുകടലിനോട് ചേർന്ന് താമസിച്ചിരുന്ന കുറച്ച് ആളുകളുണ്ട്. ഇനി നമ്മൾ അറിയേണ്ടത്, ഈ സ്നാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വിജാതീയ ആചാരമായിരുന്നു. ഒരിക്കലും സ്നാനം എന്നത് യേശു ക്രിസ്തു കണ്ടുപിടിച്ച ആചാരമല്ല. നിങ്ങളുടെ കയ്യിൽ ഈ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ചുമ്മാ അടിച്ചു നോക്കണം. ഐസിസ്, മിത്രൈസം എന്ന് പറയുന്ന 2 കൾട്ടിക് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു യവന മതത്തിൽ. അപ്പോൾ ഈ മതത്തിൽ അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽ ചേരുമ്പോൾ, ഒരു പുതിയ അംഗം ആ സഭയിൽ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ചേരുമ്പോൾ, അവരൊരു കാളയെ കൊന്ന് ചോരയെടുത്ത് ഈ പുതുതായി അംഗമാകാൻ വരുന്ന വ്യക്തിയുടെ മേൽ തളിക്കും. ഈ തളിക്കുന്നതിന് ഗ്രീക്കിൽ പറയുന്ന വാക്കാണ് ബാപ്റ്റിസോ. അല്ലാതെ യേശു ക്രിസ്തു കണ്ടുപിടിച്ചതൊന്നും അല്ല ഈ സ്നാനം. ഇനി അതിലുപരി ഇങ്ങനെ അവർ യവന മതങ്ങളിൽ പരിശീലിച്ചിരുന്ന ഒരു കാര്യമാണ്. അതായത് ഒരാൾ ഒരു ഗ്രൂപ്പിന്റെ അംഗമാകുമ്പോൾ ചോര എടുത്ത് തളിക്കും. പിന്നീട് അത് യോഹന്നാൻ ഈ ചാവുകടലിന്റെ തീരത്ത് താമസിച്ചിരുന്ന ഒരു കൂട്ടത്തിന്റെ ഭാഗമായി. അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പറയാനുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ലല്ലോ. KSRTC ബസ് എന്നെ അവിടെ കാത്തു നിൽക്കില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആ ഭാഗം ഒന്ന് വിടുക. അടുത്ത കൺവെൻഷന് ഇതിന്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. ഇങ്ങനെയൊക്കെയാണ് പരിപാടി പിടിക്കുന്നത്, മനസ്സിലായി? മുഴുവൻ പറയൂല, കുറച്ചൊഴിട്ടേക്ക്. അപ്പോ ധർമ്മരാജൻ പറയും, ഇയാളെ ഒന്ന് വിളിച്ചെന്റെ ക്ഷീണം മാറിയില്ല, ഇനിയിപ്പം അല്ലെ മനസ്സിൽ. അച്ഛൻ നേരിട്ട് അങ്ങനെ പറയത്തില്ല, അച്ഛൻ മനസ്സിൽ പറയത്തില്ല. ആവട്ടെ, യോഹന്നാന്റെ കാലമായപ്പോ ഇത് എപ്പോഴെല്ലാം പാപം ഏറ്റു പറയുന്നു അന്നാരപ്പോഴെല്ലാം ചെയ്യുന്ന കാര്യമായി മാറി. അപ്പോൾ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് മിത്രൈസം, ഐസിസ് പോലെയുള്ള യവന മത വിഭാഗങ്ങൾ, കൾട്ടിക് ഗ്രൂപ്പുകൾ, ഒരു അംഗം അവരുടെ സഭയുടെ അംഗമാകുമ്പോൾ കാളയെ കൊന്ന് ചോരയെടുത്ത് ഇതിന്റെ മേൽ തളിക്കും. അതാണ് ബാപ്റ്റിസോ. യോഹന്നാന്റെ സമയമായപ്പോൾ അത് അംഗമാകുമ്പോൾ ചെയ്യുന്നതല്ല, മറിച്ച് എപ്പോഴെല്ലാം പാപം ഏറ്റുപറയുന്നോ അപ്പോഴെല്ലാം ചെയ്യുന്ന, ആവർത്തിച്ചാവർത്തിച്ച് ചെയ്യുന്ന. നമ്മൾ എല്ലാ ദിവസവും കുളിക്കും, അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തെ വൃത്തിയായി എല്ലാ ദിവസവും കുളിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാത്തവർ എന്നോട് ക്ഷമിക്കണം. ആവർത്തിച്ചാവർത്തിച്ച്. അപ്പൊ പാപം എപ്പോഴെല്ലാം ഏറ്റുപറയുന്നുവോ അപ്പോഴെല്ലാം അവർ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടും. അതുകൊണ്ട് ഒരിക്കൽ സ്നാനപ്പെട്ടവർ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും എപ്പോഴെല്ലാം കുമ്പസാരിക്കുന്നോ, എപ്പോഴെല്ലാം പാപം ഏറ്റുപറയുന്നുവോ അപ്പോഴെല്ലാം ആവർത്തിച്ചാവർത്തിച്ച് ചെയ്യുന്ന കാര്യമാണ്. ചിലര് പറയും ഞങ്ങളുടെ സഭയിൽ മിന്നുകെട്ടില്ല. കാരണം അതെന്താണ്? അത് ഹൈന്ദവ ആചാരമാണ്. ചേട്ടാ, അപ്പോ ഈ മന്ത്രകോടി എന്ന് പറയുന്നത് എവിടുന്ന് വന്ന സാധനം? എവിടുന്ന് വന്നതാ മന്ത്രകോടി? ഇതാണ് പഠിക്കുമ്പോ ഫുൾ പഠിക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം. ഇതാണ് ഈ സ്വിമ്മിങ് കറസ്പോണ്ടൻസ് പഠിക്കുന്ന പോലെയാ എന്ന് പറഞ്ഞാൽ മനസ്സിലായത്.
അപ്പോൾ യോഹന്നാന്റെ സ്നാനം എന്താണ്? അത് രക്ഷാസ്നാനമല്ല, അത് പാപമോചനത്തിനായി മാനസാന്തരം ചെയ്യപ്പെടുമ്പോൾ, പാപം ഏറ്റു പറയുമ്പോൾ, അത് എപ്പോഴെല്ലാം മാനസാന്തരപ്പെടുന്നു, എപ്പോഴെല്ലാം പാപം ഏറ്റു പറയുന്നു, അപ്പോഴെല്ലാം ചെയ്യേണ്ട ഒന്നാണ് എന്ത്? സ്നാനം. അതാണോ ക്രിസ്തീയ സ്നാനം? നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നുണ്ട്, അത് ഞാൻ പിറകെ പറഞ്ഞോളാം. പാപമോചനത്തിനുള്ള മാമോദീസ. ഈ ചിലര് പറയും വേദോത്സവത്തിൽ എവിടെ മാമോദീസ എന്ന് എഴുതിയേക്കുന്നത്? കറക്റ്റ്. ഇപ്പൊ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പറയുക, ഞങ്ങളുടെ വീട്ടിൽ അടുക്കളയില്ല, കിച്ചണേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവനെ കാലേ വാരി നിലത്തടിക്കണ്ടേ? ചേട്ടാ, കിച്ചന്റെ മലയാളമാണ് അടുക്കള. നിങ്ങളുടെയൊക്കെ വീട്ടിൽ അടുക്കളയുള്ളൂ, ഞങ്ങളുടെ വീട്ടിൽ കിച്ചണേ ഉള്ളൂ. ഉളമ്പാറ കൊണ്ടുപോണ്ടേ? എന്റെ സഹോദര, മാമോദീസ എന്ന് പറഞ്ഞത് മറ്റൊരു ഭാഷയിലുള്ള വാക്കെന്നുള്ളതേ ഉള്ളൂ. ഇതിന്റെ അകത്ത് നമ്മളിപ്പം ഇവിടെ നിങ്ങൾ അടുക്കള എന്ന് പറയുന്നൊരു വാക്ക് വേദോത്സവത്തിൽ നോക്കിയാൽ ചിലപ്പോൾ കാണത്തില്ല. ഇപ്പൊ നിങ്ങൾ ഗ്രീക്ക് വേദോത്സവം നോക്കിയിട്ട് മലയാള വാക്ക് തപ്പിയാൽ കാണുമോ? നിങ്ങൾ ഗ്രീക്ക് വേദോത്സവം നോക്കി അപ്പൻ എന്ന വാക്ക് അവിടെ ഇല്ല. ചേട്ടാ, അപ്പൻ എന്നുള്ളതിന് ഗ്രീക്ക് വേദോത്സവത്തിൽ ഗ്രീക്ക് വാക്കേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഈ മാമോദീസായുടെ തന്നെ മറ്റൊരു ഭാഷയിലുള്ള വാക്കാണ് എന്ത്? സ്നാനം, ബാപ്റ്റിസം. ഞങ്ങൾക്ക് സ്നാനമില്ല, ബാപ്റ്റിസമേ ഉള്ളൂ. എന്റെ ചേട്ടാ, ബാപ്റ്റിസത്തിന്റെ മലയാളമാണ് എന്ത്? ഏക്കും പൂക്കും അറിഞ്ഞുകൂടെ, ചുമ്മാ അങ്ങ് ഇറങ്ങിക്കോളും. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഇവിടെ മാമോദീസ എങ്ങനെ കാണും? മാമോദീസ കാരണം അത് മറ്റു ഭാഷയിലുള്ള ഒരു വാക്കാ. ഞാൻ പറഞ്ഞു വരുന്നത്, ആവർത്തിച്ചാവർത്തിച്ച് ചെയ്യുന്ന ഒന്നാണ് എന്ത്? യോഹന്നാന്റെ സ്നാനം. 2, യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ സ്നാനപ്പെടുത്തുന്നത് എങ്ങനെയായിരിക്കണം? നിങ്ങൾ സകല ജാതികളെയും ശിഷ്യരാക്കണം, നിങ്ങൾ ആളുകളെ സ്നാനപ്പെടുത്തണം. പക്ഷെ അത് എങ്ങനെയായിരിക്കണം? അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലായിരിക്കണം. അപ്പോൾ തൃത്വനാമത്തിലായിരിക്കണം എന്ത്? സ്നാനം. യോഹന്നാന്റെ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണോ? അല്ല. 3, യോഹന്നാന്റെ സ്നാനം എന്ന് പറയുന്നത് യേശുവിന്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും സൂചിപ്പിക്കുന്നതല്ല. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, ആകയാൽ ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും എന്തിൽ പങ്കാളിയാണ്? അവന്റെ മരണത്തിൽ. അതായത് യേശു ക്രിസ്തുവിന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടുമുള്ള താദാത്മ്യപ്പെടലാണ് ക്രിസ്തീയ സ്നാനം. അപ്പോൾ ഈ ഇവിടുത്തെ രീതി എങ്ങനെയാന്ന് അറിഞ്ഞൂടെ? ഞങ്ങളുടെ അവിടെയൊക്കെ മരിച്ചതിന് ശേഷമാണ് അടക്കം. ഇവിടെ എങ്ങനെ? ചിലരെയൊക്കെ നമുക്ക് ചാവുന്നതിന് മുമ്പേ അടക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ യേശുവിന്റെ മരണത്തെയാണ് ക്രിസ്തീയ സ്നാനം സൂചിപ്പിക്കുന്നതെങ്കിൽ യോർദാൻ നദിയിലേറ്റ സ്നാനം അത് യേശുവിന്റെ മരണത്തെ സൂചിപ്പിക്കുന്നതല്ല. എന്നാൽ ഇവിടെ സാധാരണഗതിയിൽ ഉണ്ടാകാവുന്ന ഒരു സംശയം, അപ്പോൾ പിന്നെ യോഹന്നാന്റെ സ്നാനത്തിന്റെ പ്രത്യേകത എന്താണ്? ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ യോഹന്നാൻ സ്നാനപ്പെടുന്ന സമയം യേശു യോഹന്നാനെ സ്നാനപ്പെടുത്താനായിട്ട് ഒരുങ്ങുന്നു. യേശുവിനെ കണ്ടു. അപ്പോൾ യേശു സ്നാനപ്പെടാനായി വന്നതാ. അപ്പോ യോഹന്നാൻ പറയും, അയ്യോ, ഇത് നിനക്കുള്ളതല്ല, ഇത് യേശുവിന് വേണ്ടിയുള്ള സ്നാനമല്ല, പിന്നെ ഇത് ആർക്ക് വേണ്ടിയുള്ളതാ? ഇത് പാപികൾക്ക് വേണ്ടിയുള്ള സ്നാനമാണ്. അതുകൊണ്ട് നീ എന്നെയാണ് സ്നാനപ്പെടുത്തേണ്ടത്, ഞാൻ നിന്നെയല്ല. അപ്പോൾ യേശു പറയുന്നു, തൽക്കാലം നീ ഇത് ചെയ്യണം. അങ്ങനെ യേശു നിർബന്ധിച്ചപ്പോഴാണ് യോഹന്നാൻ സ്നാനപ്പെടുത്തുന്നത്. അങ്ങനെ യേശു സ്നാനപ്പെട്ട് ഈ വെള്ളത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ വരും. ഞാൻ ചിലപ്പോൾ ആലോചിക്കും,
യേശുവിന്റെ സ്നാനമാണെന്ന് പറഞ്ഞ് വെള്ളത്തിൽ മുങ്ങി പൊങ്ങുമ്പോ പ്രാവ് പോയിട്ട് കാക്ക പോലും വരാറില്ല. ഉണ്ടോ? ഇത് അവസാന ദിവസത്തേക്ക് വെച്ചതിന്റെ ഉദ്ദേശം മനസ്സിലായോ? ഇവിടെ നിൽക്കുന്നില്ല എന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇത് പറയാൻ നമുക്ക് ഭയമാണ്. വിശ്വാസവും വേദപുസ്തകവും വല്ലാതെ വക്രീകരിക്കപ്പെടുന്ന ഒരു കാലത്ത് ഇത് പറയേണ്ടത് ആവശ്യമാണ്. ആത്മാവ് പ്രാവ് രൂപത്തിൽ വരികയാണ്. അത് ഓരോ സുവിശേഷങ്ങളിലും ഓരോ രൂപത്തിലാണ് പറയുന്നത്. നിങ്ങളത് വായിച്ചു നോക്കുമ്പോൾ വലിയ വ്യത്യാസമുണ്ട്. ചിലയിടത്ത് യേശു കണ്ടെന്നും ചിലയിടത്ത് മറ്റുള്ളവർ കണ്ടെന്നും. അതിന്റെ വ്യത്യാസങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ യോഹന്നാൻ എന്തിനു വേണ്ടിയാണ് ജനിച്ചത്? മശിഹായിക്ക് വഴിയൊരുക്കാന്. അതുകൊണ്ട് യോഹന്നാനിൽ ഒരു യുഗം അവസാനിക്കുകയും ഒരു പുതിയ മശിഹായുഗത്തിന്റെ പിറവിയാണ്. അതായത് യോർദാൻ നദിയിൽ നടക്കുന്നത് ഒരു പുതിയ യുഗത്തിന്റെ പിറവിയാണ്. അത് മശിഹായുഗമാണ്. മശിഹായുഗത്തിന് വഴിയൊരുക്കാനാണ് യോഹന്നാൻ വന്നത്. യോഹന്നാന്റെ ശുശ്രൂഷ പൂർത്തിയാവുകയും ഒരു മശിഹായുഗം അവിടെ പിറവിയെടുക്കുകയും ചെയ്യുക. അതൊരു യുഗാരംഭമാണ്. പഴയ നിയമത്തിൽ ഇങ്ങനെയുള്ള അസാധാരണമായ ചരിത്ര നിമിഷങ്ങളിൽ അസാധാരണമായ കാര്യങ്ങൾ പ്രകൃതിയിൽ സംഭവിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ റിലേ പോലെയാണ്, ഹാൻഡിങ് ഓവർ ദ ബെയ്റ്റൺ. മലയാളത്തിൽ നമ്മൾ ബാറ്റൺ എന്നൊക്കെ പറയും. യോഹന്നാൻ എന്തു ചെയ്യുകയാണ്? രക്ഷാദൗത്യത്തിന്റെ ബാറ്റൺ ആർക്ക് കൈമാറുകയാണ്? യേശുവിന്. അതുകൊണ്ട് യോർദാനിൽ യോഹന്നാന്റെ ശുശ്രൂഷ അവസാനിക്കുകയും യേശുവിൽ ഒരു പുതിയ മശിഹായുഗം ആരംഭിക്കുകയും ചെയ്യുക. ഒരു യുഗത്തിന്റെ പിറവിയാണ് യോർദാൻ നദിയിൽ സംഭവിക്കുന്നത്. അതാണ് യോഹന്നാന്റെ സ്നാനത്തിന്റെ പ്രാധാന്യം. നമുക്ക് അല്പം കൂടെ മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് യോഹന്നാന്റെ സ്നാനം ക്രിസ്തീയ സ്നാനം അല്ല എന്നതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഒന്ന്, അത് ആവർത്തിച്ചുള്ള സ്നാനമാണ്. എപ്പോഴെല്ലാം പാപം ഏറ്റുപറയുന്നുവോ അപ്പോഴെല്ലാം ചെയ്യേണ്ട കർമ്മം. രണ്ട്, അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലല്ല. യേശു പറഞ്ഞത് നിങ്ങൾ സ്നാനപ്പെടുത്തുന്നത് എങ്ങനെയായിരിക്കണം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാവണം. മൂന്ന്, ക്രിസ്തീയ സ്നാനം എന്നത് യേശുവിന്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും സൂചിപ്പിക്കുന്ന സ്നാനമാണ്. യോഹന്നാന്റെ സ്നാനം യേശുവിന്റെ മരണത്തെയോ ഉയർത്തെഴുന്നേൽപ്പിനെയോ സൂചിപ്പിക്കുന്ന സ്നാനം അല്ല. അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ സ്നാനം എന്തല്ല? ക്രിസ്തീയ സ്നാനം അല്ല. എന്നാൽ യേശു തന്റെ സ്നാനത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും സൂചന കർത്താവ് നമുക്ക് നൽകുന്നുണ്ടോ? മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 38 മുതലുള്ള വാക്യങ്ങളിൽ, നമ്മൾ 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ രണ്ട് സഹോദരന്മാർ, സെബദി മക്കളായ യാക്കോബും യോഹന്നാനും യേശുവിന്റെ അടുക്കൽ വരുന്നു. എന്നിട്ട് യേശുവിനോട് പറയുന്നു, കർത്താവേ, നീ മഹത്വത്തിൽ വരുമ്പോൾ ഒരുത്തൻ നിന്റെ ഇടത്തും ഒരുത്തൻ നിന്റെ വലത്തും ഇരിപ്പാൻ വരം നൽകണം. എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യമാണത്. സാധാരണ നമ്മളൊക്കെ ആണെങ്കിൽ ഏത് വശത്തിരിക്കാനാണ് നമുക്ക് ആഗ്രഹം? വലതുവശത്തിരിക്കണമെന്നാ. പക്ഷെ ഈ ചേട്ടനും അനിയനും ഇവര് പറയുന്നു, ഞങ്ങൾക്ക് അങ്ങനെ രണ്ടുപേർക്കും വലത്തുവശത്തിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഒരാൾ വലത്തും ഒരാൾ ഇടത്തും ഇരിക്കണം. ഇടത്തിരിക്കാൻ ആർക്കാ താല്പര്യം? നമുക്കറിയാം, അച്ഛന്മാര് അനുഗ്രഹിക്കുമ്പോൾ അവർ ഏത് കൈയാ പൊക്കി അനുഗ്രഹിക്കുന്നത്? വലത്തെ കൈയാ. ഇടത്തെ കൈ പൊക്കിയാലോ എപ്പോ തല്ലി ഒടിച്ചെന്ന് ചോദിച്ചാൽ മതി. കാരണം നമുക്ക് വലത് കൈ പൊക്കിയുള്ള അനുഗ്രഹം മതി.
ഇപ്പൊ സ്ത്രീകളൊക്കെ ആണെങ്കിലും കല്യാണം കഴിച്ചേച്ച് ഭർത്താവിന്റെ വീട്ടിലോട്ട് വരുമ്പോ ആദ്യം ഏത് കാലെടുത്താ വെക്കുന്നത്? വലത് കാല്. നാക്ക് ശരിയല്ലെങ്കിൽ ഏത് കാലെടുത്ത് വെച്ചിട്ട് വല്ല ഗുണമുണ്ടോ? ഇത്രയും കൊല്ലമായിട്ടും ഇത് വർക്കൗട്ട് ആയില്ലെന്ന് അറിഞ്ഞെങ്കിലും നാളെ കല്യാണം നടക്കുമ്പോൾ നാളെയും എടുത്തു വെക്കുന്നത് ഏത് കാലായിരിക്കും? അമ്മായി പറയും നിന്റെ കാലെടുത്ത് വെച്ച അന്ന് തുടങ്ങിയതാണ്. പക്ഷെ എടുത്തു വെച്ചത് ഏത് കാലം? വലത് കാൽ, വലത് കൈ. ഇപ്പൊ അച്ഛൻ ധർമ്മരാജ അച്ഛൻ നിങ്ങളുടെ വീട്ടിൽ വരുന്നു, കുഞ്ഞിന്റെ പിറന്നാളാ. അപ്പൊ മോനെ ഏറ്റവും വില കുറഞ്ഞ മിഠായി ഒന്നിങ്ങി എടുത്തോണ്ട് വന്നേ. അപ്പൊ അച്ഛൻ മിഠായി എടുത്തോണ്ട് നീ ഇത് അച്ഛന് കൊടുക്ക്. അപ്പൊ കൊച്ചൻ എന്ത് ചെയ്യും? ഇടത്തെ കൈ കൊണ്ട് ചിലപ്പോൾ എടുത്തു കൊടുക്കും. അപ്പൊ അപ്പനും അമ്മയും എന്താ പറയും? എടാ വില കുറഞ്ഞ മിഠായി ആണെങ്കിലും അത് ഏത് കൈ കൊണ്ട് കൊടുക്കണം? കാരണം ഇടത് കൈ, ഇടതുവശം എന്ന് പറയുന്നത് എന്തോ കുറഞ്ഞ ഒരു അനുഗ്രഹമോ പ്രാധാന്യമോ ഉള്ള ഒന്നാണ്. ഇവിടെ സെബദി മക്കളായ യാക്കോബും യോഹന്നാനും പറയുന്നത് ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ നിന്റെ ഇടത്തും ഇരിപ്പാൻ വരം കൊടുക്കണം. ഇവന്മാർ രണ്ടുപേരും കൂടെ ഒരു വശത്തിരുന്ന പ്രശ്നമാവും. അതുകൊണ്ടായിരിക്കും രണ്ടുപേരും കൂടെ ഒരു വശത്ത് വേണ്ട, ഒരുത്തൻ വലത്ത് ഒരുത്തൻ ഇടത്ത്. എന്നാൽ ഏറ്റവും രസകരമായ കാര്യം, ഇത് പറയുമ്പോൾ കർത്താവ് എന്താ അവിടെ പറയുന്നേ? ചെറിയ ആഗ്രഹമാണ്, വലിയ ആഗ്രഹമൊന്നുമില്ല. അപ്പോൾ യേശു അവരോട് പറയുന്നു, വിശദീകരിക്കാൻ സമയമില്ല. 38 വാക്യം ഇങ്ങനെ: യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. അടുത്ത വാചകമാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ? എന്താ അവിടെ ഇവരുടെ ആഗ്രഹം എന്താണ്? നിത്യതയിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ നിന്റെ ഇടത്തും ഇരിപ്പാൻ വരം നൽകണം. നമ്മുടെ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, കർത്താവെ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം, ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു ഇടം വേണം. അപ്പോൾ യേശു പറയുകയാണ്, സ്വർഗത്തിൽ ഇടം കിട്ടാൻ ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏറ്റ സ്നാനമല്ല, പിന്നെ ഞാൻ ഏൽക്കാൻ പോകുന്ന സ്നാനം. എന്തോ മനസ്സിലായി? സ്വർഗത്തിൽ പോകണമെന്ന വളരെ തീവ്രമായ ഉത്കടമായ ആഗ്രഹവുമായി വന്ന യാക്കോബിനോടും യോഹന്നാനോടും യേശു പറയുന്നത്, സ്വർഗത്തിൽ പോകാൻ ഞാൻ ഏറ്റ സ്നാനം ഏൽക്കണമെന്നല്ല പറയുന്നത്. അതാണെങ്കിൽ ഭയങ്കര എളുപ്പമായിരുന്നു, എപ്പോ ഓട്ടോ പിടിച്ചു പോയെന്ന് ചോദിച്ചാൽ മതി. യേശുവിന് വേണമെങ്കിൽ പറയായിരുന്നു, ഞാൻ ഏറ്റ സ്നാനം ഏറ്റാ മതി, സ്വർഗത്തിൽ പോവാം എന്ന് പറഞ്ഞാൽ, യോർദാൻ നദിയിൽ യേശു ഏറ്റ സ്നാനമേറ്റാൽ സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഞാൻ ഏറ്റ സ്നാനമല്ല, ഞാൻ ഏൽക്കാൻ പോകുന്ന സ്നാനം. ഞാൻ കുടിച്ച പാനപാത്രമല്ല, ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? യേശു സ്നാനം എന്ന് ഉദ്ദേശിക്കുന്നത് യോർദാനിലെ കലക്കവെള്ളത്തിൽ മുങ്ങിയതിനെ കുറിച്ചല്ല. പിന്നെ എന്തിനെ കുറിച്ചാ? തന്റെ മരണത്തെ കുറിച്ചാ. അതുകൊണ്ട് ക്രിസ്തീയ സ്നാനം എന്നത് ഏതെങ്കിലും കലക്കവെള്ളത്തിൽ മറിഞ്ഞു വീഴുന്നതല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക പ്രായത്തിൽ ഏൽക്കുന്നതല്ല. യേശു പറയുന്നു, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഞാൻ ഏറ്റ സ്നാനമല്ല, ഞാൻ ഏൽക്കുന്ന സ്നാനം. The baptism that I am going to undertake. അതുകൊണ്ട് സ്നാനം, ക്രിസ്തീയ സ്നാനം, യേശുവിന്റെ സ്നാനം എന്നത് യോർദാൻ നദിയിലെ വെള്ളത്തിലുള്ള സ്നാനമല്ല, യേശുവിന്റെ മരണം എന്ന സ്നാനമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, യേശു യാക്കോബിനോടും യോഹന്നാനോടും ചോദിക്കുന്നത്, നിങ്ങൾക്ക് നിത്യതയിൽ പ്രവേശിക്കണമെങ്കിൽ, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ, ആർ യു റെഡി ടു ഡൈ വിത്ത് മീ?
എന്നോടുകൂടെ ഗാഗുൽത്ത കയറാൻ തയ്യാറാണോ? എന്നോടുകൂടെ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണോ? പാപമോചനത്തിനുള്ള മാമോദീസ ഒന്നു മാത്രമെന്ന് പറയുമ്പോൾ ഓർക്കണം, ആ മാമോദീസ എന്നത്, ആ സ്നാനം എന്നത് യേശുവിന്റെ മരണത്തെ സൂചിപ്പിക്കുന്നതാ. മനുഷ്യന്റെ പാപമോചനത്തിന്റെ അടിസ്ഥാനം, മനുഷ്യന്റെ രക്ഷയുടെ അടിസ്ഥാനം യേശു യോർദാനിലേറ്റ സ്നാനമല്ല, മറിച്ച് യേശു കാൽവറിയിൽ നടത്തിയ മരണം എന്ന സ്നാനമാണ്. എന്താണ് സ്നാനം? സ്നാനം മരണമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിനക്ക് ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കാൻ പോകുന്ന സ്നാനമേൽപ്പാനും കഴിയുമോ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വളരെ ഗൗരവമായി ക്രിസ്തീയ സ്നാനത്തിന്റെ പൊരുളും അതിന്റെ നാനാർത്ഥങ്ങളും നാം തിരിച്ചറിയേണ്ടതുണ്ട്. അത് യോർദാൻ നദിയിലെ സ്നാനമല്ല, മറിച്ച് കാൽവറിയിലെ യേശുവിന്റെ മരണം എന്ന സ്നാനമാണ്. കാൽവറിയിലെ സ്നാനത്തിലൂടെയാണ് നമുക്ക് രക്ഷ, യോർദാനിലെ സ്നാനത്തിലൂടെയല്ല. യേശു വളരെ കൃത്യമായി യാക്കോബിനോടും യോഹന്നാനോടും പറയുന്നു, നിങ്ങൾക്ക് മഹത്വത്തിൽ ഇടം വേണോ? എന്നോടുകൂടെ മരണമെന്ന സ്നാനമേൽപ്പാൻ തയ്യാറാണോ? ഈ വാക്യം നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? യേശു മുങ്ങി. ഇനി ഈ വേദഭാഗത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വന്നാൽ, യോഹന്നാൻ ഇങ്ങനെ സ്നാനം നടത്തുന്നു എന്ന് കേട്ടപ്പോൾ ഓടിക്കൂടി. നമ്മൾ ഈ ലുലു മോളിലൊക്കെ ഡിസംബർ 31 50% കിഴിവ് എന്ന് പറഞ്ഞാൽ, പണ്ട് ബോബനും മോളിയൊക്കെ പറയുന്ന പോലെയാണ്, 25% കിഴിവുള്ള മുണ്ട് വീട്ടിൽ വന്ന് നൂത്ത് നോക്കുമ്പോഴാ 25 കിഴിവെന്ന് പറഞ്ഞതിന്റെ കറക്റ്റ് അർത്ഥം മനസ്സിലായി. അത്രയും കിഴുത്തുള്ള സാധനം. ഈ കിഴിവ് എന്തെങ്കിലും ഓസിന് കിട്ടിയ ആസിഡും കുടിക്കുന്ന പാർട്ടികളാണ് നമ്മൾ. അപ്പൊ ആരെങ്കിലും പറയുക, താണ്ട് അവിടെ ഒരു കിണറുണ്ട്, അവിടെ മറിഞ്ഞു വീണാൽ എന്ത് ചെയ്യും? സ്വർഗത്തിൽ പോവും. ഓട്ടോ പിടിച്ചങ്ങ് പോവാണ്. ഈ മലയാളികളെ പോലെ ഇത്രയധികം പറ്റിക്കപ്പെട്ട മറ്റൊരു ജനമില്ല. ഏതെങ്കിലും ഒരിടത്ത് 14% പലിശ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടിയുള്ള കിഡ്നി എടുത്ത് വിറ്റിട്ടാണെങ്കിലും ശരി 14% പലിശ. എന്നിട്ട് അവസാനം അവൻ നമ്മളെ എന്തോ കാണിച്ചു പോകുന്നുള്ളത് നിങ്ങളങ്ങ് പൂരിപ്പിച്ചാൽ മതി. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതുകൊണ്ട് അങ്ങ് നിൽക്കത്തില്ല. ഇങ്ങനെ എത്ര പറ്റിച്ചാലും മലയാളിക്ക് കുറുക്കു വഴിയോട് ഒരു വല്ലാത്ത താല്പര്യമുണ്ട്. ഈ കുറുക്കു വഴി നന്നായി വിൽക്കുന്നവരാണ് ഈ യേശുവിന്റെ സ്നാനത്തിന്റെ മൊത്ത കച്ചവടം. ഈ സ്നാനമേൽക്കാൻ വന്ന പുരുഷാരത്തെ അപ്പൊ നോക്കിക്കേ, രണ്ട് കരയിലും ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടി. കാരണം ഇവിടെ യോഹന്നാൻ എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട്, പുള്ളി സ്നാനപ്പെടുത്തുന്നുണ്ട്. നമുക്കെന്താ നഷ്ടം? ഒന്ന് മുങ്ങിയേക്കാം, സ്വർഗത്തിൽ പോകാം. യേശു ഈ യോഹന്നാന്റെ സ്നാനമേൽക്കാൻ വന്ന ജനത്തെ യോഹന്നാൻ എന്താ വിളിക്കുന്നേ? കർത്താവിൽ എനിക്ക് വാത്സല്യമുള്ളവരെ എന്നാണോ? ആണോ? കർത്താവിൽ എനിക്ക് പ്രിയമുള്ളവരെ, വീണ്ടെടുക്കപ്പെട്ടവരെ എന്തോ വിളിക്കുന്നത്? ഫസ്റ്റ്. ഓട്ടോ പിടിച്ചും ബസ് പിടിച്ചും ലോറി പിടിച്ചും മുങ്ങാൻ വന്ന പുള്ളികളെ, അതായത് ഓർക്കേണ്ടത്, യേശുവിന്റെ സ്നാനമാണ് രക്ഷയുടെ ആധാരം എന്ന് പറയുന്നവർ ഓർക്കേണ്ടത്, യേശു ഏറ്റത് യോഹന്നാന്റെ സ്നാനമാണ്. തന്റെ സ്നാനം ഏൽപ്പാൻ വന്ന ജനത്തെ യോഹന്നാൻ വിളിക്കുന്നത് എന്താണ്? സർപ്പസന്തതികളെന്നാണ്. എന്തുകൊണ്ടാണ് ഇത്ര പരുഷമായി യോഹന്നാൻ അവരെ സർപ്പസന്തതികൾ എന്ന് വിളിക്കുന്നത്? ഒത്തിരി ആലോചിക്കൊന്നും വേണ്ട. ഉൽപ്പത്തി പുസ്തകം വരെ പോയാൽ മതി. അവിടെ ഏദൻ തോട്ടത്തിൽ ഒരു
ദൈവം ആദമിനെ ഹവ്വയൊക്കെ സൃഷ്ടിച്ചു. വലിയ രസമാണ് അതിന്റെ ആ ഒരു പരിപാടിയൊക്കെ. അപ്പൊ എല്ലാം ഒക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ദൈവം പറഞ്ഞു, തോട്ടത്തിന്റെ നടുക്ക് ഒരു റംബുട്ടാൻ വെച്ചിട്ടുണ്ട്, അത് തിന്നരുത്. തിന്നുന്ന നാളിൽ നീ പടമാവും. ഈ മരിച്ചു പോകുന്നൊക്കെ തന്നെ ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞ പടമാവും. ഞാൻ വടിയാവും, കൊടയാവും എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഈയിടെ ഞാൻ ഒരിടത്ത് യൂദായെ കുറിച്ച് പ്രസംഗിക്കുക. അപ്പോ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്റെ അച്ഛ, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, യൂദ പറ്റിച്ചു എന്നൊന്നും പറയരുത്, യൂദ തേച്ചു എന്ന് പറഞ്ഞാലേ ഞങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് യൂദ യേശുവിനെ, അതുകൊണ്ട് ബിട്രേ എന്നൊക്കെ പറഞ്ഞാൽ ചതിച്ചു, വഞ്ചിച്ചു എന്നൊന്നും അല്ല, തേച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഏതൻ തോട്ടത്തിൽ നടുക്കൊരു റംബൂട്ടാൻ മരം വെച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞു, എന്ത് വേണേലും വിഴുങ്ങിക്കോണം, ഈ നടുക്ക് നിൽക്കുന്നത് മാത്രം തിന്നരുത്. അപ്പോഴാണ് അതുവഴി ഒരു ഉപദേശം വരുന്നത്. ആദ്യത്തെ സുവിശേഷമാണ്. മനസ്സിലായി? അതെവിടാ നടക്കുന്നേ? പുള്ളി എഴഞ്ഞാ വന്നേ. മനസ്സിലായോ? പാമ്പാണ് ആദ്യത്തെ സുവിശേഷം. എന്നിട്ട് ഈ പാമ്പ് വന്ന് എന്താ പറയുന്നത്? എന്തുകൊണ്ട് ബ്രദറെ, സിസ്റ്ററെ, അങ്ങനെയൊക്കെയാണല്ലോ ഈ പാമ്പ് വന്നിട്ട് വിളിക്കുന്നത്. അപ്പൊ ആദമിനെ കയറി ബ്രദർ ആഡം, പിന്നെ സിസ്റ്റർ ഹവ്വ എന്നൊക്കെ വിളിക്കുന്നു. ഇത് കേട്ടാ തോന്നുന്നു നമ്മള് ഒരു കുടുംബക്കാരാന്ന് തോന്നുന്നു ഈ വിളിയൊക്കെ കേൾക്കുന്നത്. ബ്രദറെ, ബ്രദറെ. അപ്പൊ സിസ്റ്റർ എന്തിയെ? സിസ്റ്റർ അവരെ രണ്ടുപേരെയും കൂടി ഇരുത്തിയിട്ട് ചോദിച്ചു, എന്തുകൊണ്ട് വിശേഷം, രക്ഷിക്കപ്പെട്ടതാണോ ചോദിച്ചു. അപ്പൊ ആദവന് എല്ലാ ദിവസവും ദൈവത്തോടു കൂടെ വർത്താനം പറയുന്ന, എല്ലാ ദിവസവും ഈ വെയിലാറുമ്പോഴേ വരത്തുള്ളൂ. എനിക്കൊന്ന് ദൈവത്തിന് ഈ ചൂട് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാന്ന് തോന്നുന്നു പുള്ളി വെയിലാറുമ്പോഴേ വരത്തുള്ളൂ. ആ ഭാഗം വായിക്കുമ്പോൾ ഒത്തിരി രസകരമായ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. എന്നിട്ട് പാപമൊക്കെ ചെയ്തതിന് ശേഷമാണ് അവിടെ ആദ്യമായിട്ട് ഹവ്വ ഒരു തുണി തയ്ക്കുന്നത്. അപ്പൊ ടൈലറിംഗ് യൂണിറ്റ് ആദ്യം തുടങ്ങിയത് എവിടെ? ഏദൻ തോട്ടത്തിലാണ്. ഏഡൻസ് സ്റ്റിച്ചിങ് സെന്റർ. മനസ്സിലായി? ആദ്യത്തെ തയ്യക്കട ആരുടെ സംഭാവനയാണ്? ഹവ്വായുടെ. ആദ്യം ആദമിന് ബർമുഡ തയ്ച്ചു കൊടുത്ത ആരാണ്? ശരിക്കും തുണി കൊണ്ട്, അല്ലാതെ അവിടെ ജീൻസ് ആണോ തയ്പ്പിച്ചു കൊടുത്തത്? ഒന്നുമല്ല. കിട്ടാവുന്ന ഇലയെല്ലാം കൂടെ പറിച്ചെടുത്തിട്ട് ആദ്യത്തെ ബർമുഡ ഡിസൈൻ ചെയ്തത് കൊടുത്തു അല്ലെ. എന്നിട്ട് രസം, ഈ പാപമൊക്കെ ചെയ്തതിന് ശേഷം ഇവർ ഒളിച്ചു കളിക്കുക. അപ്പൊ സാറ്റുകളി ആരാ കണ്ടുപിടിച്ച? ഹൈഡ് ആൻഡ് സീക്ക്. നിങ്ങളുടെ ആരും ഇതൊക്കെ ന്യൂജൻ കളിയാണ്. ഒന്നുമല്ല, നമ്മുടെ വലിയ ഡാഡി കണ്ടുപിടിച്ച കളിയാണ്. എന്ത്? ദൈവം വരുമ്പം ഒളിച്ചിരിക്കുക. അതാണ് സാറ്റുകളി, ഹൈഡ് ആൻഡ് സീക്ക് എന്നൊക്കെ പറയുന്നത്. പോട്ടെ. അപ്പൊ ഈ പാമ്പ് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, സിസ്റ്ററെ, നിങ്ങൾക്ക് ഇങ്ങനൊക്കെ ഇരുന്നാ മതിയോ? അപ്പൊ ചോദിച്ചു, ഇപ്പൊ ഇരിക്കുന്നതിന് എന്താ കുഴപ്പം? കൊരണ്ടിയിൽ ഇരുന്നാ പോരെ? അല്ല, ഇങ്ങനൊന്നും അല്ല നിങ്ങൾ ഇരിക്കേണ്ടത്. നിങ്ങൾക്ക് ദൈവത്തെ പോലാവണ്ടേ? അവർക്ക് അതുവരെ അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല. കാരണം അവരെല്ലാ ദിവസവും ദൈവത്തോട് സംസാരിക്കുന്നവരാ. പെട്ടെന്ന് ചോദിക്കുന്നു, ബ്രദറിന് ദൈവത്തെ പോലായാ പോരെ? ശരിയാ, ഇങ്ങനെ തേഞ്ഞു നടക്കുന്നതിൽ എന്താ കാര്യം? നമുക്ക് ആരെ പോലാവണം? ദൈവത്തെ പോലാവണം. അപ്പൊ പറഞ്ഞു, അതിനെന്താ വഴി? ഒരു ഐഡിയ ഉണ്ട്. ആൻ ഐഡിയ ക്യാൻ, അവിടെ നിന്നാണ് ഐഡിയ കമ്പനിക്കാർക്ക് ഈ ഐഡിയ കിട്ടിയത്. ആൻ ഐഡിയ ക്യാൻ. അപ്പൊ അവര് പറഞ്ഞു, ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ ചോദിച്ചു, എന്താ ഐഡിയ? ദൈവത്തെ പോലാകാൻ ഒരു പ്രയാസവും ഇല്ല. നടുക്ക് നിൽക്കുന്ന ഒരു മരം ഉണ്ടല്ലോ, ആ പഴം പറിക്കുക, തിന്നുക, ദൈവമാകുക. പറിക്കുക, തിന്നുക, ദൈവമാകുക. മുങ്ങുക, പൊങ്ങുക, സ്വർഗത്തിൽ പോവുക. ഇതാണ് ഫോർമുല. എളുപ്പമാണ്. പറിക്കുന്നു, തിന്നുന്നു, ദൈവമാകുന്നു. പറിക്കുന്നു, തിന്നുന്നു. അപ്പൊ ദൈവമാകാൻ ഒരു പ്രയാസവും ഇല്ല. വിലക്കപ്പെട്ടത് പറിക്കണം, വിഴുങ്ങണം, പിന്നെ നിമിഷ നേരം കൊണ്ട് നിങ്ങൾ ആരാവും? പാമ്പ് കൊടുത്ത ഗുണദോഷമാണ്. ഇന്നും ഇങ്ങനെ ഇഴഞ്ഞു വരുന്നവരുണ്ട്. എൻ്റെ അമ്മച്ചി ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? അമ്മച്ചിക്ക് ദൈവത്തെ പോലാകാൻ ഒരു വഴി പറഞ്ഞുതരാം. കാരണം അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അമ്മച്ചി അതിൻ്റെ തൊട്ടൊന്ന് അലന്നടിച്ചങ്ങ് വീണാൽ മതി. ഞാൻ മുക്കാം, പക്ഷെ അമ്മച്ചി പൊങ്ങണം. മുങ്ങുന്നു, പൊങ്ങുന്നു, സ്വർഗത്തിൽ പോകും.
നമ്മൾ ഓർക്കേണ്ട കാര്യം, എവിടെയാണോ കുറുക്കു വഴിയുള്ളത്, ആരാണോ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പ വഴി പറഞ്ഞു തരുന്നത്, അവനെ ഓർത്തോണം. അവന്റെ പേരാണ് സാത്താൻ. കറുത്ത പാൽ ഇടുന്നത് കൊണ്ട് സാത്താൻ അല്ല. എഴഞ്ഞു തന്നെ വരണമെന്ന് നിർബന്ധം പിടിക്കരുത്. ദൈവരാജ്യത്തിൽ പോകാൻ, സ്വർഗത്തിൽ പോകാൻ കുറുക്കു വഴികളൊന്നുമില്ല. അത് കുരിശിന്റെ വഴിയാണ്. അതുകൊണ്ട് ഈ സ്നാനമേൽപ്പാൻ വന്ന ജനത്തോട് യോഹന്നാൻ ചോദിക്കുന്നു, സർപ്പസന്തതികളെ. ഇപ്പൊ മനസ്സിലായോ? ഇനിയും തുടർന്ന് ഇങ്ങോട്ട് വായിക്കുമ്പോൾ പറയുന്നു, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ. അടുത്ത വാചകം അണ്ടർലൈൻ ചെയ്യണം. നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? അപ്പോൾ ഏതോ ഉപദേശി പറഞ്ഞു, ഈ യോർദാനിൽ വന്ന് മറിഞ്ഞു വീണാൽ എവിടെ പോവാം? സ്നാനം കുറുക്കു വഴിയല്ല. സ്നാനം എന്നത് എളുപ്പ വഴിയല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആകയാൽ ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാണ്. യേശുവിനോട് ചേർന്ന് ജീവിക്കുകയും യേശുവിനോട് ചേർന്ന് മരണം വരെ വിശ്വസ്തമായി ജീവിക്കുകയും ചെയ്യുന്നതാണ് സ്നാനം. സ്നാനം ഒരു എളുപ്പ വഴിയല്ല. സ്നാനം ഒരു കുറുക്കു വഴിയല്ല. അത് ഒരു ജീവിത ശൈലിയാണ്. അതുകൊണ്ട് സ്നാനത്തെ നമ്മൾ ഒരു എളുപ്പ വഴിയായി കാണരുത്. അത് കുരിശിന്റെ മുദ്രയുള്ള ഒരു ജീവിത ശൈലിയാണ്. ബാപ്റ്റിസം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് എ ഷോർട്ട് കട്ട് ടു ഹെവൻ ബട്ട് എ വേ ഓഫ് ലൈഫ്. അത് ഒരു ജീവിത രീതിയാണ്. ഇത് മനസ്സിലാക്കാതെ കുറെ ആളുകൾ വന്നതുകൊണ്ടാണ് യോഹന്നാൻ അവരെ എന്ത് വിളിക്കുന്നത്? സർപ്പ സ്നാനത്തെ കുറുക്കു വഴിയായി കണ്ട് അതിന്റെ പിറകെ ഓടുന്നവരെ യോഹന്നാൻ വിളിക്കുന്ന പേര് സർപ്പ സന്തതികളെ. വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആരാ നിങ്ങളോട് പറഞ്ഞത്? ആരാ നിങ്ങളെ ഉപദേശിച്ചത്? സ്നാനപ്പെട്ടാ മതി, എന്തൊഴിവാക്കാം? ദൈവകോപം ഒഴിവാക്കാൻ സ്നാനം മതി എന്ന് പറയുന്നവന്റെ പേര് പിശാചെന്ന. ദൈവകോപം ഒഴിവാക്കാനുള്ള വഴി സ്നാനമല്ല, മാനസാന്തരമാണ്. അതുകൊണ്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നതിനു പകരം സ്നാനപ്പെട്ടാൽ ദൈവകോപം ഒഴിവാക്കാമെന്ന് കരുതിയാൽ നമുക്ക് വേദപുസ്തകം നൽകുന്ന വെച്ചിരിക്കുന്ന പേര് സർപ്പ സന്തതികളെ. യോഹന്നാൻ അവരോട് പറയുകയാണ്, സ്നാനം കൊണ്ട് ദൈവകോപം ഒഴിവാകില്ല. അതിനെന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്ന് പറയുന്നത്, അവിടെ പറയുന്നു, അതിനെ വിശേഷിപ്പിക്കുന്നത്, മാനസാന്തരം എന്നത് ഒരു അവകാശവാദമല്ല, അതൊരു ക്ലെയിം അല്ല, മറിച്ച് അതൊരു ഫ്രൂട്ടാണ്. എന്ന് പറഞ്ഞാൽ എന്താ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. ഈ മലയാളത്തിൽ ഒത്തിരി അക്ഷരങ്ങളുണ്ട്. പ, ബ, ഭ, ഫ. നമ്മുടെ പുള്ളികൾക്ക് എല്ലാവർക്കും ഒന്നും അക്ഷരം കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഈ ക്രിസ്മസിന്റെ സമയത്തൊക്കെ കണ്ടിട്ടില്ലേ, ദൂതൻ അവളോട് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട, കണ്ടിട്ടില്ലേ വായിക്കുന്നു? ഉണ്ടോ? മിക്കവാറും ആളുകൾ ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട. അങ്ങനെയാണോ? പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ എല്ലാ അക്ഷരവും പഠിക്കണം. മാനസാന്തരം എന്നത് ഒരു ക്ലെയിം അല്ല, അത്
ഒരു ഫലം കായ്ക്കുന്ന അനുഭവമാണ്, അതൊരു ഫ്രൂട്ടാണ്. എന്ന് പറഞ്ഞാൽ എന്താ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. ഇപ്പൊ നമ്മളിവിടെ ഒരു മരം ഉണ്ടെന്ന് വിചാരിക്കുക. ആ മരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാവ്. പക്ഷെ അവിടുത്തെ മുഴുവൻ തേങ്ങായ. നിങ്ങൾ നോക്കി, അവിടെ നിൽക്കുന്ന ഒരു മരം കണ്ടോ? പെട്ടെന്ന് നോക്കരുത്, കഴുത്തുളുക്കും, പതുക്കെ നോക്കാവും. അവിടെ ഒരു തെങ്ങുണ്ട്. ആ തെങ്ങയിൽ ധർമ്മരാജച്ചൻ എഴുതി വെക്കുകയാണ് പ്ലാവ്. പ്ലാവെന്നാണ് പേരെങ്കിൽ അതിൽ എന്തു വരണം? ചക്ക വരണം. തേങ്ങ വന്നാൽ വല്ല ഗുണമുണ്ടോ? നമുക്ക് പേരേ ഉള്ളൂ ക്രിസ്ത്യാനിയിൽ. യേശു കർത്താവ് പറയുന്നുള്ളൂ, ഒരു വൃക്ഷത്തെ എങ്ങനെ അറിയാം? ഒരു വൃക്ഷത്തെ അതിന്റെ പേര് കൊണ്ട് അറിയാമെന്നല്ല കർത്താവ് പറഞ്ഞത്. ഹൗ ഡു യു നോ? A tree is known by its fruits. ഞാൻ ഇംഗ്ലീഷ് കൂടുതൽ പറയുന്നുണ്ട്, നിങ്ങളൊന്നും വിചാരിക്കരുത്. ഇന്ന് ഞാൻ ഈ ഷിൻഡോ അച്ഛൻ്റെ അവിടെ ചെന്നപ്പോൾ അച്ഛൻ എനിക്കൊരു ഗ്രേപ്പ് ജ്യൂസ് വന്നു, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് കൂടുതൽ വരുന്നത്. ഞാൻ ഈ ഷിൻഡോ അച്ഛനോട് പറഞ്ഞ അച്ഛാ, എന്തെങ്കിലും ഭാഷ മാറിപ്പോയാൽ ആളുകളൊന്നും വല്ലതും വിചാരിക്കൂ, അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അല്ലാതെ മലയാളം മറന്നു പോയത് കൊണ്ടല്ല, അത് ഇറങ്ങുമ്പോൾ കറക്റ്റ് മലയാളം തന്നെ എന്നിങ്ങനെ ആയിപ്പോയതാണ്. ഒരു വൃക്ഷത്തെ എങ്ങനെ അറിയാം? ഷിൻഡോ അച്ഛൻ ഏത് നേരത്താണോ ഇയാൾക്ക്. അപ്പൊ അച്ഛൻ വിചാരിക്കും, ദൈവമേ ആ പഴയ മുന്തിരിങ്ങയുടെ ജ്യൂസ് കൊടുത്തിട്ട് ഇങ്ങനെ, അപ്പൊ നല്ല മുന്തിരിങ്ങയുടെ കൊടുത്തിരുന്ന എന്തോ വരുന്നേനെ. ഒരു വൃക്ഷത്തെ എങ്ങനെ അറിയാം? ചുമ്മാ അത് തേങ്ങാന്ന് എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? ഒരു വൃക്ഷത്തെ അതിന്റെ പേര് കൊണ്ടല്ല, അതിന്റെ ഫലം കൊണ്ടാണ് അറിയുന്നത്. മാനസാന്തരം എന്നത് ഒരു ക്ലെയിം അല്ല. ലെറ്റ് പീപ്പിൾ നോ യു not by your claims but by the fruits that you bear. ഞാനിങ്ങനെ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞിട്ടല്ല, ഫലം കണ്ടിട്ട് ആളുകൾ പറയട്ടെ അവരാരാണ്. സിദ്ധാർത്ഥനെ കൊന്ന കേസിലെ 1-ാം പ്രതി അവൻ ആരാണ്? ഒരു ക്രിസ്ത്യാനിയാണ്. പേരുകൊണ്ടല്ല. 6 പേരെ ആസിഡ് കൊടുത്തു കൊന്ന ആ മഹദിയ ബാബിലോണിന്റെ പേരും കൂടത്തായി ജോളി എന്നാണ്. പേരുകൊണ്ട് ഒരു കാര്യവുമില്ല. എന്റെ പേരിന്റെ അർത്ഥം മോത്തി, പേരിന്റെ അർത്ഥം മോത്തി എന്നാണ്. ശരിക്കും ഈ മോത്തി എന്ന് പറഞ്ഞാൽ മുത്തെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ ഇയാൾക്ക് ആരാടോ ഈ പേരിട്ടെ, വല്ല കാര്യമുണ്ടോ? ഓഞ്ഞ മുത്തൊന്നും വല്ലതും വേണമായിരുന്നു ഇടേണ്ടത്. പേരിൽ ഒരു കാര്യവുമില്ല. സൗമ്യ, ഇത്രയും സൗമ്യത ഇല്ലാത്ത ഒരാള് സുഗുണൻ അല്ലേ? പേരിൽ ഒരു കാര്യവുമില്ല. ഇത്രയും ദുർഗുണമുള്ള ഒരാൾ ചിലപ്പോ സുശീല, അങ്ങനെയുള്ള പേര് വല്ലവരും ഉള്ളവരുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുകൊണ്ട് പേരിൽ ഒരു കാര്യവുമില്ല. എന്താ വേണ്ടിയത്? ഫലം. പൗലോസ് ഇവിടെ യോഹന്നാൻ പറയുന്നു, നിങ്ങൾ ദൈവകോപത്തെ ഒഴിവാക്കാൻ സ്നാനത്തെ ഒരു കുറുക്കു വഴിയായി കാണരുത്. നിങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് മാനസാന്തരമാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലമാണ്. അപ്പോൾ അവിടെ കൂടി വന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്, ആട്ടെ നീ കുറെ നേരമായിട്ട് പറയുന്നു മാനസാന്തരത്തിന് യോഗ്യമായ ഫലം, അതെന്തുവാ സംഗതി? അപ്പോൾ പുരുഷാരത്തോട് പറയുന്നു, 2 വസ്ത്രമുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ
ചെയ്യട്ടെ. അപ്പോൾ എന്താണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം? മാനസാന്തരപ്പെട്ടു എന്നുള്ള അവകാശവാദമല്ല, മറിച്ച് നമുക്കുള്ളതിനെ ഇല്ലാത്തവരുമായി പങ്കുവെക്കുന്നതിന്റെ പേരാണ് മാനസാന്തരം. അപ്പോൾ നമ്മൾ മാനസാന്തരപ്പെട്ടോ ഇല്ലയോ എന്ന് ആളുകൾ എങ്ങനെയാണ് അറിയേണ്ടത്? നമ്മുടെ സ്വത്ത്, നമ്മുടെ അനുഗ്രഹങ്ങൾ, നമ്മുടെ ഭൗതിക വിഭവങ്ങൾ, ഇതിനെ നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരുമായി പങ്കുവെക്കാൻ തയ്യാറാവുന്നതിന്റെ പേരാണ് മാനസാന്തരം. ഈ കോവിഡ് കാലത്ത് ഒത്തിരി നന്മകൾ നമ്മളിൽ പലരും കേട്ടു. കോഴിക്കോട്ട് റീത്ത എന്ന് പറയുന്ന ഒരു സഹോദരി, അവൾ അവിടെ ഒരു കടയിലാണ് ജോലി ചെയ്യുന്നത്. ഒരു മുസ്ലിം സഹോദരന്റെ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ആ സ്ഥാപനത്തിൽ അടുത്ത സമയത്ത് മറ്റൊരു ഹൈന്ദവ സഹോദരൻ അവിടെ ജോലിക്ക് വന്നു. 1-2 മാസം കഴിഞ്ഞപ്പോഴാണ് കോവിഡ് ഉണ്ടായത്. കച്ചവടമൊക്കെ വളരെ കുറഞ്ഞു. അപ്പോൾ ഈ കടയുടെ ഉടമസ്ഥൻ പറഞ്ഞു, റീത്തായോട് പറഞ്ഞു, നിന്നെ മാത്രമേ ഇവിടെ റീറ്റെയിൻ ചെയ്യാൻ പറ്റൂ, 2 പേർക്ക് ശമ്പളം തരാൻ പറ്റത്തില്ല, അതുകൊണ്ട് മറ്റേ ആളെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ റീത്ത ആ കടയുടെ ഉടമസ്ഥനായ ഇക്കായോട് പറഞ്ഞു, ഇക്ക, 2 പേർക്ക് ശമ്പളം കൊടുക്കാനാണല്ലോ പ്രയാസം. അവന്റെ വീട്ടിൽ ഒത്തിരി ആവശ്യമുള്ള, എനിക്കറിയാം, ഒത്തിരി പ്രയാസങ്ങളുണ്ട്. എനിക്കും വീട്ടിൽ ഒത്തിരി ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഇക്ക, എനിക്ക് തരുന്ന ശമ്പളം 2 ആക്കി വീതിക്കാം. അപ്പോൾ അവന്റെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കും, എന്റെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കും. റീത്ത പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്നത് ഒരു അവകാശവാദമല്ല. വെറുതെ നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്നുകൊണ്ട് ഇങ്ങനെ അമ്പലപ്പറമ്പിൽ മുകളിലോട്ട് റോക്കറ്റ് വിടുന്ന പോലെ കുറെ സ്തോത്രം ഇങ്ങനെ മുകളിലോട്ട് വിടുന്നതല്ല. മാനസാന്തരം ഒരു അവകാശവാദമല്ല. Let people know you not by the claims that you make, but by the fruits that you bear. ഉള്ളവൻ ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കുക. അങ്ങനെ ആളുകൾ അറിയട്ടെ നിങ്ങൾ ആരാണെന്ന്. യേശു കർത്താവ് പറയുന്നുണ്ട് ഗിരിപ്രഭാഷണത്തിൽ, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ. അപ്പോൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്ന് പറയുന്നത് എന്താണ്? നല്ല പ്രവൃത്തി. മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തി. വീണ്ടും അവിടെ ആളുകൾ വന്ന് ചോദിക്കുന്നു, എന്താണ് മാനസാന്തരം? അപ്പോൾ അവരോട് പറയുന്നു, ആരെയും ബലാത്കാരം ചെയ്യരുത്, ചതിയായി ഒന്നും വാങ്ങരുത്. തുടർന്ന് ഇങ്ങോട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പി. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്ന് പറയുന്നത് അന്യായമായി ഒന്നും സമ്പാദിക്കാതിരിക്കുക. ശമ്പളം മതി, കിമ്പളം വേണ്ട. ഒരു ദൈവ പൈതൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് നിരക്കാത്ത, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു വരുമാനവും എനിക്കുണ്ടാകരുത്. എനിക്കൊരു സഹോദരനെ അറിയാം. അദ്ദേഹം ഒരു റിട്ടയർ ചെയ്ത പട്ടാളക്കാരനാണ്. അപ്പൊ ഞാൻ ശുശ്രൂഷ ചെയ്ത ഒരു സ്ഥലത്തെ അദ്ദേഹം വലിയ പ്രാർത്ഥനക്കാരനാണ്. മനസ്സിലായി? അത്രയ്ക്ക് വലിയ ഭക്തനൊക്കെയാണ്. അപ്പൊ ഈ പട്ടാളക്കാർക്ക് ഈ അതിർത്തിയിൽ കുറെ കാലം വെടിവെച്ചത് കൊണ്ട് അവർക്ക് വിശ്രമകാലത്ത് അവർക്ക് എന്ത് ചെയ്യും, ഒരു കോട്ടായുണ്ട്. എൻ്റെ അപ്പനും പട്ടാളത്തിലായിരുന്നു. ഒത്തിരി പേരെ വെടിവെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഉണ്ടെങ്കിലും എവിടെങ്കിലും കൊണ്ടതായിട്ട് എനിക്കറിഞ്ഞോളൂ. പക്ഷെ ഭയങ്കര വെടിവെപ്പാന്നാ പുള്ളി പറയുന്നത്. അപ്പൊ ഈ പട്ടാളക്കാർക്ക് റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ സർക്കാർ
പെൻഷന്റെ കൂട്ടത്തിൽ ഒരു പ്രോത്സാഹന സമ്മാനം കൂടെ കൊടുക്കും. അതെന്താണ്? അവരുടെ റാങ്ക് അനുസരിച്ച് കുറച്ച് കുപ്പി, കോട്ട. അത് വാങ്ങിക്കുന്ന അച്ഛൻ അത് കൃത്യമായിട്ട് അറിയാം. അച്ഛൻ അത് കോട്ട എന്ന് പറയും. അപ്പോൾ രസം, അപ്പൊ ഈ സഹോദരൻ മാനസാന്തരപ്പെട്ട ആളാ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കുടിക്കാൻ പറ്റത്തില്ല. പക്ഷെ എല്ലാ ആഴ്ചയും 1-ാം തീയതി നമ്മുടെ കരുണാകരൻ ഗുരുവായൂർ പോകുന്നാൽ ഈ പുള്ളി കൊച്ചിക്ക് പോകും. അവിടെ ചെന്നിട്ട് സർക്കാരിന്റെ പ്രോത്സാഹന സമ്മാനമല്ലേ, നഷ്ടപ്പെടുത്തണ്ട, പുള്ളി അത് വാങ്ങിക്കും. വാങ്ങിച്ചിട്ട് പുറത്തു വരുമ്പോൾ കുറെ ആത്മാക്കൾ ദാഹാർത്തരായി അവിടെ നിൽക്കുന്നുണ്ടാവും. യേശു പറഞ്ഞിട്ടുണ്ട്, ദാഹിക്കുന്ന എല്ലാവരും ഇങ്ങോട്ട് പോരും. പുള്ളി ഇങ്ങനെ ഈ ട്രോഫിയുമായിട്ടൊക്കെ നിൽക്കുക, കുപ്പിയുമായിട്ട്. അപ്പൊ പെട്ടെന്ന് ദൈവവചനം, ദാഹിക്കുന്നവരെല്ലാവരും, അപ്പൊ ഈ ദാഹിക്കുന്ന ഭക്തന്മാരെല്ലാം ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ പുള്ളി ഒരു 100 രൂപ വല്ലതും കുറച്ചു കൊടുത്തിട്ട് ഈ കുപ്പി മുഴുവൻ അവർക്ക് കൊടുക്കും. കുടിച്ചോ എന്ന് ചോദിച്ചാൽ മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കില്ല. തന്റെ കുപ്പി മറ്റൊരുത്തന് വിൽക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കില്ലെന്ന് വേദോസത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഭക്തന്മാരുടെ അതിബുദ്ധി എന്ന് പറയും. എന്നിട്ട് എല്ലാ ആഴ്ചയും എല്ലാ മാസവും സാക്ഷ്യമുണ്ട്. നമ്മുടെ ഈ സാക്ഷ്യം ആത്മീയമാകണമെങ്കിൽ തൊണ്ടയ്ക്ക് ഒരു വൈബ്രേറ്ററും ഒക്കെ ഇട്ട് പിടിപ്പിക്കണം. ദൈവം വിറപ്പിക്കണം. ദൈവം എന്ന് പറഞ്ഞാൽ ഇയാളൊരു ഓഞ്ഞ ഉപദേശിയ ഒരു 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 വിറപ്പിലൂടെ വരുമ്പോഴാണ് എന്ത് മര്യാദകളും കാണിക്കണം, പക്ഷെ വിറപ്പിച്ചിരിക്കണം. അപ്പൊ ഈ പുള്ളി എഴുന്നേറ്റ് എന്നിട്ട് പറയും ദൈവം. അപ്പുറത്തേക്ക് എന്തായി? അനുഗ്രഹം. അത് ആത്മീയമായി. ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു, പേട്ട് സാക്ഷ്യം. എന്നാ വിറപ്പിച്ചാലും എല്ലാ മാസവും തനിക്ക് കിട്ടുന്ന മദ്യം മറിച്ചു വിറ്റ് അതിൽ യാതൊരു തെറ്റും ഈ സഹോദരന് തോന്നുന്നില്ല. നിങ്ങളുടെ ശമ്പളം മതി എന്ന വെപ്പീൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്നത് ഇന്ന് ക്രിസ്ത്യാനികൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? ശമ്പളമല്ലാതെ മറ്റൊന്നും വേണ്ട. അങ്ങനെ വാങ്ങിക്കുന്നത് തിരിച്ചു കൊടുക്കുന്നതിന്റെ പേരാണ് മാനസാന്തരം. വേദപുസ്തകത്തിൽ അങ്ങനെ തിരിച്ചു കൊടുക്കാൻ തയ്യാറായി അത് പരസ്യമായി പറഞ്ഞ ഒരാളുടെ പേര് സക്കായി എന്നാണ്. സക്കായിയുടെ വീട്ടിൽ യേശു ചെല്ലുന്നുണ്ട്. ചെല്ലുമ്പോൾ യേശു ആ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ സക്കായി ആദ്യം പറയുന്നത് എന്താണ്? വരൂ യേശു, നമുക്കൊരു സെൽഫി എടുക്കാം. ഇൻസ്റ്റയിൽ പോസ്റ്റ് ആണോ? നമുക്കൊരു സെൽഫി എടുത്താലോ എന്നല്ല. യേശു വീട്ടിൽ വന്നപ്പോൾ സക്കായി ആദ്യം പറയുന്നത്, കർത്താവേ, ഞാൻ അന്യായമായി വാങ്ങിയത്, ചതിച്ചു വാങ്ങിയത് എല്ലാം ഞാൻ മടക്കി കൊടുക്കുക. ഞാൻ അന്യായമായി സമ്പാദിച്ചത്, മറ്റുള്ളവരെ ചതിച്ചുണ്ടാക്കിയത് ഞാൻ തിരിച്ചു കൊടുക്കുക. അപ്പോൾ യേശു പറയുന്നു, ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി. ഇത് പറഞ്ഞതിന് ശേഷമാണ് യേശു പറയുന്നത്, ഇവനും അബ്രഹാമിന്റെ മകനാണ്. ഇന്നലെ നമ്മൾ കണ്ടു അബ്രഹാമും ലോത്തും തമ്മിലുള്ള വ്യത്യാസം. പറയുന്നു, എനിക്കൊരു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പ്രദേശത്തൊക്കെ ഒത്തിരി കൺവെൻഷന് പ്രസംഗിക്കാനൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചു നാൾ മുമ്പ് എന്നെ ഒരു സഹോദരൻ കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഇതുപോലെ എന്നെ തിരിച്ച് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടുക. അപ്പൊ വർത്താനമൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, ജോലി വല്ലതും ഉണ്ടോ? ജോലി ഒന്നുമില്ല അച്ഛാ, ഒരു ജോലിയുണ്ട്, അത് വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ സഹോദര? അപ്പൊ പറഞ്ഞ, അച്ഛാ, ഞാനൊരു ലോറി ഓടിക്കുകയാണ്, ഒത്തിരി കള്ള മണലൊക്കെ കടത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട്, എനിക്ക് വേണ്ട അച്ഛാ. നേരല്ല, അവന് ജോലിയില്ല, 4-5 മാസമായി യാതൊരു വരുമാനവും ഇല്ല. വേണ്ട അച്ഛാ. എനിക്ക് വലിയ അഭിമാനം തോന്നി, ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ, CSI ചെറുപ്പക്കാർ ഈ പ്രദേശത്തുണ്ടല്ലോ. ഇവിടെ ഇരിക്കുന്നവരിൽ ചിലർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്,
ന്യായമല്ലാത്തത് നടക്കുമ്പോൾ അതിനോട് സഹകരിക്കാൻ പറ്റാത്തോണ്ട് അച്ഛാ ജോലിയില്ലാതെ ഇപ്പൊ വീട്ടിൽ നിൽക്കുന്നേ. അന്യായമായി ഒന്നും സമ്പാദിക്കരുത്, നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പീൻ. ദൈവത്തെ മാനിച്ചാൽ ദൈവം മാനിക്കും. കുറെ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്. ഞാൻ എൻ്റെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് മാനസാന്തരം? മാനസാന്തരം ഒരു അവകാശവാദമല്ല, അത് ഫലം കായ്ക്കലാണ്. നമ്മൾ മാനസാന്തരപ്പെട്ടവരാണെന്നും രക്ഷിക്കപ്പെട്ടവരാണെന്നും വീണ്ടെടുക്കപ്പെട്ടവരാണെന്നും അറിയേണ്ടത് ആരാധനയിലും കൺവെൻഷനിലും നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദ കോലാഹലം കൊണ്ടല്ല, അതിന് യോഗ്യമായ ഫലം നമ്മൾ പുറപ്പെടുവിക്കണം. രണ്ട് കാര്യങ്ങളാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്നതുകൊണ്ട് ഈ വേദഭാഗം അർത്ഥമാക്കുന്നത്. ഒന്ന്, നമുക്കുള്ളതിനെ മറ്റുള്ളവരുമായി പങ്കുവെക്കുക. പങ്കുവെക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം. കാരണം ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കും. രണ്ട്, ന്യായമല്ലാത്തതൊന്നും ശമ്പളം മാത്രം മതി. ഇത് തീരുമാനിക്കാനായിട്ട് കഴിയുമോ? ദൈവത്തിന് നിരക്കാത്തതൊന്നും വേണ്ടച്ച. എന്റെ കുഞ്ഞുങ്ങൾക്ക് അതൊരു അനുഗ്രഹമാവത്തില്ല. ഇവിടെ യോഹന്നാൻ പറയുന്നു, എന്താണ് മാനസാന്തരം? ആരെയും ചതിക്കരുത്, ബലാത്കാരം ചെയ്യരുത്, നിങ്ങളുടെ ശമ്പളം മതി എന്ന് വ്യക്തി. നമ്മൾ എന്താണ് ഇതുവരെ പറയാനായിട്ട് ശ്രമിച്ചത്? യോഹന്നാന്റെ സ്നാനം അത് ക്രിസ്തീയ സ്നാനമല്ല. 3 കാരണങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഒന്ന്, അത് ആവർത്തിച്ചുള്ള സ്നാനമാണ്. 2, അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലല്ല. 3, അത് യേശുവിന്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും സൂചിപ്പിക്കുന്ന സ്നാനമല്ല. യേശു എന്താണ് സ്നാനത്തെക്കുറിച്ച് പറഞ്ഞത്? മഹത്വത്തിൽ ഒരുത്തൻ തന്റെ ഇടത്തും വലത്തും ഇരിപ്പാൻ വരം നൽകണം എന്ന് ചോദിച്ച യാക്കോബിനോടും യോഹന്നാനോടും യേശു പറയുന്നു, ഞാൻ ഏറ്റ സ്നാനമല്ല, ഞാൻ ഏൽക്കുന്ന സ്നാനം. രക്ഷയുടെ അടിസ്ഥാനം, പാപമോചനത്തിന്റെ അടിസ്ഥാനം യോർദാനിലെ സ്നാനമല്ല, കാൽവറിയിലെ യേശുവിന്റെ മരണമാണ്. അതാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നത്, പാപമോചനത്തിനുള്ള സ്നാനം ഒന്നു മാത്രം. ആ സ്നാനത്തിന്റെ പേരാണ് യേശുവിന്റെ മരണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, യോർദാനിലെ വെള്ളത്തിലൂടെയല്ല, കാൽവറിയിൽ യേശു നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിലൂടെയാണ് നമുക്ക് പാപമോചനവും രക്ഷയും ദൈവം സമ്പാദിച്ച് തന്നിരിക്കുന്നത്. ഇത് തിരിച്ചറിയാതെ സ്നാനത്തെ കുറുക്കുവഴിയായി കണ്ട മനുഷ്യർ, അവർ വലിയ തിക്കും തിരക്കും കൂട്ടുകയാണ്. എങ്ങനെങ്കിലും സ്നാനപ്പെടണം, സ്നാനപ്പെട്ടാൽ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോവാം. അങ്ങനെ യോഹന്നാന്റെ സ്നാനം ഏൽക്കാൻ വന്ന ജനത്തോട് യോഹന്നാൻ വിളിക്കുന്ന പേരാണ് സർപ്പ സന്തതികളെ. സ്നാനം ഒരു കുറുക്കുവഴിയല്ല, സ്നാനം സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പവഴിയല്ല, അത് യേശുവിനോട് ചേർന്നുള്ള ഒരു ജീവിത ശൈലിയാണ്. യെശുവിനോട് ചേർന്ന് ഗാഗുൽത്താ മല കയറുന്നതിന്റെ പേരാണ് സ്നാനം. സ്നാനം എന്നതൊരു ഷോർട്ട് കട്ട് അല്ല, ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. അതൊരു ലൈഫ് സ്റ്റൈലാണ്. തന്റെ സ്നാനമേൽപ്പാൻ വന്ന ജനത്തോട് യോഹന്നാൻ പറയുന്നു, ആരാ നിങ്ങളെ ഉപദേശിച്ചത്? ദൈവകോപം ഒഴിവാക്കാൻ ഞാൻ നടത്തുന്ന സ്നാനം മതിയെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞ സർപ്പസന്തതികളെ? എന്നിട്ട് യോഹന്നാൻ പറയുന്നു, സ്നാനമല്ല ദൈവകോപം ഒഴിവാക്കാനുള്ള വഴി,
മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. മാനസാന്തരം എന്നത് ഒരു ക്ലെയിം അല്ല, അതൊരു അവകാശവാദമല്ല. പിന്നെ എന്താണ്? അതൊരു ഫലം കായ്ക്കുന്ന അനുഭവമാണ്. ഒരു വൃക്ഷത്തെ അതിന്റെ പേരുകൊണ്ടല്ല, അതിന്റെ അവകാശവാദം കൊണ്ടല്ല, അത് പുറപ്പെടുവിക്കുന്ന ഫലം കൊണ്ടാണ് തിരിച്ചറിയേണ്ടത്. എന്താണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം? 2 വസ്ത്രമുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകളെ അയൽക്കാരുമായി, ആവശ്യക്കാരുമായി പങ്കുവെക്കുന്നതിന്റെ പേരാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. 2, ശമ്പളം കൊണ്ട് ജീവിക്കാൻ പഠിക്കുന്നതിന്റെ പേരാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. ഞാൻ കിമ്പളം വാങ്ങില്ല, ന്യായമല്ലാത്ത 1 രൂപ പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കില്ല. സക്കായി പറഞ്ഞു, ഞാൻ അന്യായമായി എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആരെയെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ താണ്ട് ഞാൻ അതെല്ലാം മടക്കി കൊടുക്കുന്നു. യേശു പറഞ്ഞു, ഇവന്റെ പേരാണ് അബ്രഹാമിന്റെ മകൻ. ഇന്ന് ഇപ്പോൾ ഈ വീടിന് രക്ഷയുണ്ടായിരിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം.